കേരളമുണ്ടായതു മുതൽ റോഡിൽ കുഴികളും ഉണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മഴയും തെറ്റായ പ്രവണതകളുമാണ് ഇതിന് കാരണം. ദേശീയപാതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുമരാമത്തിന്റെ റോഡുകളിൽ കുഴികൾ കുറവാണ് എന്നും കേന്ദ്രമന്ത്രി വി മുരളീധരന് മറുപടിയായി റിയാസ് പറഞ്ഞു. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ റോഡുകളിലും ബിറ്റുമിൻ ടാറിംഗ് ആക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആർത്തലച്ചു പെയ്ത മഴയിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ ഇന്നും വീടുകൾ തകർന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 151 വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. 600 ഹെക്ടറിലേറെ കൃഷി നശിച്ചു. പനത്തടി പഞ്ചായത്തിലെ കമ്മാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കണ്ണൂർ കുന്നോത്ത് പീടിക ഭാഗത്തുണ്ടായ ശക്തമായ കാറ്റിൽ ഒട്ടേറെ വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. മരങ്ങളും വൈദ്യുതി തൂണുകളും കടപുഴകി വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. കണ്ണൂർ പാതിരിയാട്ടും തലശ്ശേരിയിലും മരം വീണ് വീടുകൾ തകർന്നു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് മുക്കം കച്ചേരി സ്കൂളിലെ സ്റ്റേജിന്റെ മേൽക്കൂര പറന്നുപോയി. സ്കൂൾ പ്രവൃത്തി സമയമല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. താമരശ്ശേരിയിൽ പന മുറിഞ്ഞു വീണ് വീട് തകർന്നു. മലയോരത്തെ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ വാഴക്കാട്, വാഴയൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാറ്റിൽ മരം കടപുഴകി വീണ് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ മതിൽ തകർന്നു. ശക്തമായ കാറ്റിൽ പാലക്കാട് തിരുവേഗപ്പുറയിൽ വൻമരം കടപുഴകി വീണു. കൊപ്പം വളാഞ്ചേരി പ്രധാന പാതയിൽ കൈപ്പുറത്താണ് അപകടം. പാലക്കാട് മണ്ണാർക്കാട് KSRTC ബസിന് മുകളിലേക്ക് മരച്ചില്ല് ഒടിഞ്ഞു വീണു. ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. ഇടുക്കി ബൈസൺ വാലിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു. രാജാക്കാട് മാവറ സിറ്റിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ന്യൂസ് ഡെസ്ക്, News 18.